അതെ, വീണ്ടും വയനാട് തന്നെയാണല്ലോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇന്നാണ് KPCC പ്രസിഡന്റ് വളരെ വിശദമായി തന്നെ കോൺഗ്രസ് പിരിച്ച കണക്കിനെ പറ്റിയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പിരിച്ച കണക്കിനെ പറ്റിയും ഒക്കെ വിശദമാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് കണക്കുകൾ പറയാം. രാഹുൽ മാങ്കൂട്ടം സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എനിക്കൊരു കാര്യം, നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിക്കുന്ന ചില ആൾക്കാരൊക്കെ വെല്ലുവിളി, നിന്നെ വീട്ടിൽ കയറി തല്ലും അങ്ങനെയൊക്കെ പറയുന്നവരോട് ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ അത് നിങ്ങൾ കറക്റ്റായിട്ട് കമന്റ് ഇട്ട് പ്രൂവ് ചെയ്യാൻ നോക്കുക. അതല്ലേ വേണ്ടത്. അല്ലാതെ ചുമ്മാ ഇങ്ങോട്ട് വന്നിട്ട് വെല്ലുവിളി പോലുള്ള കുറെ ആൾക്കാരൊക്കെ എന്നിട്ട് ഇവന്മാർ എൻ്റെ അക്കൗണ്ടിൽ കൂടെ മാത്രമല്ല, ഞാൻ വേറെ ഏതോ ഒരു കോൺടാക്ട് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതേ വന്ന് കമന്റ് ഇടുക, അതേ വിളിക്കുക. എന്തു പറയും, ഞാൻ കമന്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലതാ കമന്റ് ഇടും. ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം മതി. ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം മതി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, വയനാട്ടിലെ വീട് 178 വീടോളം പണിത് കഴിഞ്ഞു, താക്കോല് കൊടുത്തു, മുഖ്യമന്ത്രി വന്നതൊക്കെ നമ്മളെല്ലാവരും കണ്ടു. അവിടെ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ? ഒരു വീട് ഫുള്ളായിട്ട് പൂർത്തിയാക്കി കഴിഞ്ഞിട്ട് വേണം അത് ചെയ്യാൻ. അതിന് അന്തസ്സുണ്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ അന്തസ്സില്ലായ്മയെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇത് ഞാൻ കേരളത്തിലെ ജനങ്ങളോട് ചോദിക്കും, ഇവന്മാർ ചെയ്ത ശരിയോ തെറ്റോ? ഡാനി പറഞ്ഞ കറക്റ്റ് കാര്യമാണ്, അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. പൂർണ്ണമായിട്ട് അത് ചെയ്ത് കഴിഞ്ഞിട്ട് കൊടുക്കണം. എന്നിട്ട് എന്താ അവർ ചെയ്തേ? PR വർക്ക്. അത്യാവശ്യം നല്ല സെറ്റപ്പ് വ്ളോഗേഴ്സിനെ കൊണ്ട് ചെയ്യിക്കുന്നു. കണ്ടില്ല, ഇതെല്ലാം കേരളത്തിലെ മുഖ്യമന്ത്രി ചെയ്യിപ്പിച്ചതെന്ന് പറയുമ്പം നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. 178 വീട്ടിലാണെങ്കിൽ ഇപ്പോൾ ഒരു മനുഷ്യൻ പോലും താമസിക്കുന്നില്ല. ഒരു മനുഷ്യൻ പോലും താമസിക്കുന്നില്ല. അത് നിങ്ങളത് മനസ്സിലാക്കാത്ത എന്താണെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. നിങ്ങൾ ആരും ഇത് മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടം വന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തെളിവ് സഹിതം വെക്കുമ്പം നിങ്ങളത് മനസ്സിലാക്കണം. 780 കോടി രൂപയാണ്. 780 കോടി. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കും, 480 വീട് വെക്കുന്നതിന് എത്ര കോടിയാവും? പിന്നെ ടൗൺഷിപ്പിന് വേണ്ടി തന്നെ നമ്മൾ രാഹുൽ മാറ്റി വെച്ചാൽ കണ്ട് 299. നമ്മൾ കൂടുതൽ 50, 60 ഒക്കെ കൂടുതൽ കോടികൾ ഇട്ടിട്ടും ബാക്കിയുള്ള പൈസകൾ എവിടെ പോയി എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? ഇതാണ് ഓരോ വ്യക്തികൾ പറയുകയൊക്കെ ചെയ്യുന്നത്, ഈ പാർട്ടി ഫണ്ടിലോട്ടൊന്നും ഇട്ട് കൊടുക്കരുത്, ഇത് മുക്കും എന്നുള്ള രീതിയിലാണ്. പറഞ്ഞ് മനസ്സിലായോ? ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് പറയുന്നത്. എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാനത് പറയുമ്പോൾ നിങ്ങൾ അത് കറക്റ്റായിട്ട് അത് തിരുത്താൻ നോക്കുകയല്ലേ ചെയ്യണ്ടേ? ഓക്കെ, അല്ല ഇങ്ങനെയാണ്, എനിക്ക് ഇത്ര നാൾ കൊണ്ട് ഇത്. ഇപ്പം എല്ലാവരും പറയുന്നത് ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാർ എന്തുകൊണ്ട് വെളിപ്പെടുത്തിയില്ല, അവരെത്ര രൂപ പിരിച്ചെടുത്തെന്നുള്ള രീതിയിലാണ്. അത് ഇന്നലെ എന്തായാലും പുറത്ത് വന്നിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല കർണാടകയിൽ നിന്ന് ഈ പറയുന്ന രാഹുൽ ഗാന്ധിയും ഇവരൊക്കെ ഇടപെട്ട് 10-20 കോടി രൂപ അല്ലാതെ കയറിയിട്ടുണ്ട്. ഇങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ കോൺഗ്രസ് തന്നെ 10-40 കോടി രൂപയോളം കളക്ട് ചെയ്തിട്ടുണ്ട്. പറഞ്ഞ് മനസ്സിലായോ? പിന്നെ ഇവിടുത്തെ DYFIക്കാർ 20 കോടി രൂപയോളം കളക്ട് ചെയ്തു. ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അത് കൈമാറിയത്. അല്ലെന്ന് പറയാൻ പറ്റൂ. അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക, നമ്മുടെ വീണായിട്ട് ചോദിച്ചപ്പോൾ ഒരു അക്ഷരം മിണ്ടിയില്ല, അവർ മിണ്ടാതെ അവിടെ ഇരിക്കുകയായിരുന്നു. ഈ ഇത്രയും കോടി രൂപ ഒരു വർഷം കിടക്കുമ്പോൾ തന്നെ 1.5 കോടി രൂപ പലിശ കിട്ടും. ആ പലിശ അവിടെ പോയി പറയുമ്പം ഈ പറയുന്ന കോൺഗ്രസിനെ പറയുമ്പോൾ നിങ്ങളൊക്കെ എന്ത് ചെയ്യുന്നതെന്നും കൂടെ പറയണം കേട്ടോ. പിന്നെ വയനാട്ടിലെ എന്തായാലും അവർ 200 വീട് വെക്കും. അതിനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. കോൺഗ്രസ് അങ്ങനെ ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, എന്തായാലും ഈ വീഡിയോ കാണുക, പരമാവധി ഷെയർ ചെയ്യോ, ലൈക്ക് ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർ ലൈക്ക് ചെയ്യുന്ന കൂട്ടത്തെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും, ഹൈപ്പും കൂടെ കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. രാഹുൽ പറയുന്നത് ശരിയാണെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഫേസ്ബുക്കിൽ കാണുവാണെങ്കിലും ഒന്ന് ഷെയർ ചെയ്തേക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ് ഫേസ്ബുക്കിൽ കാണുമ്പോൾ ഒന്ന് ഫോളോയും കൂടെ ചെയ്തേക്കുക. കറക്റ്റ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ തരുമൊക്കെ ചെയ്യുന്നതായിരിക്കും. ഞാൻ എന്തിനാ ഈ വന്ന് കള്ളം പറയുന്നത്? ഇവിടെ നമ്മൾ ഈ സോഷ്യൽ മീഡിയ വരുന്ന കാര്യങ്ങൾ അത് കറക്റ്റായിട്ട് അന്വേഷിച്ചിട്ടാണ് അവിടെ സംസാരിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് മറ്റേ മോനെ മറിച്ചേ മോനെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവർക്കും വേണമെങ്കിൽ ഈ ഒരു വീഡിയോ എടുത്തിട്ട് പോയി തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിക്കാം, ഒരു കുഴപ്പമില്ല. വിളിക്കുന്നതല്ലേ അവിടുത്തെ വിഷയം. നിങ്ങളല്ലെങ്കിൽ പോട്ടെ, എടാ നീ പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എടാ ഇങ്ങനെയാണ്, അല്ല ഇങ്ങനെയാണ് എഴുതി പിടിപ്പിക്കുക, കാര്യങ്ങൾ വ്യക്തമാക്കി എഴുതി പിടിപ്പിക്കുക. അപ്പം നമുക്ക് അതിൻ്റെ കറക്റ്റ് മറുപടിയും കാര്യങ്ങളൊക്കെ തരാം. ഇത് വന്നിട്ട് തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചിട്ട് എന്ത് കിട്ടാനാ? ഞാൻ ഒരു ആലപ്പുഴക്കാരൻ്റെ പേര് ഇങ്ങനെ നോട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ട്. ഉള്ള വില കളഞ്ഞു കുളിപ്പിക്കരുത്. അത് ഏത് പാർട്ടി ആയാലും ശരി. പാർട്ടി എന്ന് പറയുമ്പോൾ എന്താ പറയണ്ടേ, എല്ലാവരും പാർട്ടിയിലൊക്കെ ഉള്ളതാണ്, നേറി വേണം. എല്ലാവരും ഇപ്പോൾ ഓരോരുത്തരുടെ പ്രസംഗമൊക്കെ കേൾക്കുമ്പോഴേ രസം. കോൺഗ്രസിനോട് വെറുപ്പ് തോന്നുന്നു, കൊലയാളികളാണ് അങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അഭിമന്യുവിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ റമ കിടന്ന് കരഞ്ഞ എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ഞാൻ പറ്റും അങ്ങനെയെന്നും പറഞ്ഞിട്ടുള്ള രീതിയിലാണ്. അന്ന് എവിടെ പോയി? അവനവൻ്റെ നേട്ടത്തിന് വേണ്ടി ഇവിടുത്തെ നേതാക്കന്മാർ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടും. നിങ്ങൾ അണികളെ എന്തെടുക്കും, മുട്ടുകുത്തി അവിടെ നിൽക്കുകയും ചെയ്യും. കാലങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കും. പറഞ്ഞ് മനസ്സിലായോ? പണ്ടത്തെ കമ്മ്യൂണിസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഞാൻ ഭയങ്കരമായിട്ട് കൈയടിക്കുമായിരുന്നു, ഒരു ഇതായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ കൂടുതൽ ഈ സിനിമ കണ്ടിട്ടുള്ള ഒരു ഇതാണ്. റിയൽ ലൈഫിലെ കമ്മ്യൂണിസം അല്ല ഇപ്പം നടക്കുന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം, ആ പാർട്ടിക്കാർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഓക്കെ, ഞാൻ കൂടുതൽ പറയുന്നില്ല, രാഹുൽ പറയുന്ന വീഡിയോ ഒന്ന് കണ്ടിട്ട് പോകാം. ബാക്കി യൂത്ത് കോൺഗ്രസ് ആകെ പണം പിരിച്ചത്, അത് ഏതെങ്കിലും വ്യക്തിയിൽ നിന്ന് പിരിച്ചിട്ടില്ല, ഒരുപാട് ചലഞ്ചുകൾ വഴി പിരിച്ചത് 1,05,00,000 രൂപ. KPCC ആപ്പ് വഴി പിരിച്ചത് ഏതാണ്ട് 4,33,00,000 രൂപ. മൊത്തത്തിൽ 5,33,21,632 രൂപയാണ് KPCC യൂത്ത് കോൺഗ്രസ് കൂടെ ചേർന്ന് പിരിച്ചത്. ഇനി ഈ ആപ്പുകളുടെ നിർമ്മാണവും ചെലവും അത്തരം കാര്യങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് 9,30,000 രൂപ ചെലവായിട്ടുണ്ട്. ഒന്നാം ഘട്ട ഭൂമി ഏറ്റെടുക്കലും രജിസ്ട്രേഷനും വേണ്ടിയിട്ട്
3,68,36,385 രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത്. അതിന്റെ ബാക്കി ഇനി 1,60,55,247 ഉണ്ട്. രണ്ടാം ഘട്ട ഭൂമിയുടെ വില 2,50,30,212 രൂപയാണ്. അപ്പോ ആകെ ചെലവ് 6,27,96,597 രൂപയാണ്. രജിസ്ട്രേഷൻ അടക്കമുള്ള ചെലവിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അപ്പൊ ഇത്രയുമാണ് ചെലവായതെന്നും ഇത്രയുമാണ് പിരിച്ചതെന്നും പറഞ്ഞ് കണക്കാകെ പുറത്തേക്ക് വന്നപ്പോ നമ്മുടെ സംവാദമുഖിയായ ശ്രീ പിണറായി വിജയന്റെ പാർട്ടിക്കാര് ഒരു പുതിയ സ്ക്രീൻഷോട്ടുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ് ആപ്പ് വഴി പിരിച്ചത് 54,49,78,56 രൂപയാണ് അത്രയും. ഈ ഒരു സ്ക്രീൻഷോട്ട് കേരളത്തിൽ വ്യാപകമായി പച്ചക്കള്ളം ഇത് സിമ്പിളായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ആപ്പ് വഴി അങ്ങനെ ഒരു കാര്യം പിരിച്ചിട്ടുണ്ടെങ്കിൽ കേരള പോലീസിന്റെ അടുത്ത് നിങ്ങൾ പോയി കംപ്ലൈന്റ് കാര്യങ്ങൾ കൊടുത്താൽ അവർക്ക് അത് അന്വേഷിക്കാൻ സിമ്പിളായിട്ട് പറ്റും. സിമ്പിളാണ്. ഓക്കെ, രാഹുൽ തന്നെ പറയട്ടെ, ഞാൻ ഇതൊക്കെ പറയാൻ പോകുന്നത്. CPM-ന്റെ സൈബർ സ്പേസ് പ്രചരിപ്പിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എന്തും വൃത്തികേടും എത്ര ഹീനമായ മാർഗവും ഒക്കെ പ്രചരിപ്പിക്കാനായിട്ട് വലിയ മിഷണറി ഉള്ള ആളുകൾക്ക് ഇത് പ്രചരിപ്പിക്കുന്നതിനകത്ത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തായാലും KPCC പ്രസിഡന്റ് അത് കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി തിരിച്ച് ഒരു വെല്ലുവിളി സംവാദം മുങ്ങിയായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് പറയുന്നു. കേരള പോലീസ് ഇപ്പോഴും അങ്ങയുടെ നിയന്ത്രണത്തിൽ തന്നെയാണല്ലോ. നിങ്ങളുടെ പാർട്ടിക്കാർ പറയുന്നത് പോലെ 54,49,78,56 രൂപയാണ് ആപ്പ് മുഖേന കോൺഗ്രസ് പിരിച്ചതെങ്കിൽ കേരള പോലീസ് വിചാരിച്ചാൽ 5 മിനിറ്റ് വേണ്ട എത്ര രൂപ പിരിച്ചു എന്ന് കണ്ടെത്താൻ. കാരണം ആപ്പിലേക്ക് ലിങ്ക് ചെയ്തിരിക്കുന്ന അക്കൗണ്ട് എത്ര വന്നു എളുപ്പം കണ്ടുപിടിക്കാം. യൂത്ത് കോൺഗ്രസിന്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് തരാം. ഈ പണം എത്ര രൂപ പിരിച്ചു എന്ന് വെച്ചിട്ട് സംവാദം മുങ്ങിയായ ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ വിട്ടേക്കും. അദ്ദേഹമായിട്ട് നിങ്ങൾ സംവാദം വേണ്ട. കേരളത്തിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകരുമായിട്ട് സംവാദത്തിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാണോ? ഒന്ന്. ഇതുപോലൊരു വെല്ലുവിളി ഏറ്റെടുക്കാൻ ഈ പാർട്ടിക്ക് കഴിയുന്നുണ്ടോ? ഞാനിതാ ചോദിക്കുന്നത്. സാധാരണപ്പെട്ട കുറെ ആൾക്കാരുണ്ടല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട്. ഞാൻ രാഹുൽ മാങ്കൂട്ടാണെങ്കിലും ഈ പറയുന്ന ഒരുപാട് ആൾക്കാരും VD സതീശൻ ഇവരെല്ലാവരും വെല്ലുവിളിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് അത് പറയാൻ പറ്റുമോ? എന്തുകൊണ്ട്? പുള്ളിക്ക് അതിന് താല്പര്യമില്ല. ഫേസ്ബുക്കിൽ കൂടെ മാത്രം എന്തെങ്കിലും പറഞ്ഞാൽ കടക്ക് പുറത്ത് മറ്റേത് പുറത്ത് ഇതുപോലത്തെ സംസാരവും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ സംസാരിക്കുന്നത് നമ്മൾ എന്തിനാ ഈ പാർട്ടി എന്ന് പറഞ്ഞ് നടക്കുന്നത്? ജനങ്ങൾക്ക് സേവ ചെയ്യാൻ വേണ്ടിയല്ലേ? ആണോ അല്ലയോ? അല്ലാതെ എന്തെങ്കിലും നേട്ടമുണ്ടോ? ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ ഒരു പാർട്ടി ഇത് ചെയ്യുന്നത് അല്ലേ? അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ല, സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണോ? സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണോ? അത് നിങ്ങളത് മനസ്സിലാക്കും. ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലാക്കും. ഇപ്പോൾ ഈ വന്ന് കമന്റ് ഇടുന്നവരും തന്തയ്ക്ക് വിളിക്കുന്നവരും അതൊരു കാലത്ത് അത് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്കപ്പം പ്രായം കഴിഞ്ഞു പോകും. ആ സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ജോലിക്കോ കാര്യത്തിലോ പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. പ്രായം കഴിഞ്ഞു പോയില്ലേ? ഇത്രയും ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ നേതാക്കന്മാർ ഏതെങ്കിലും നില എത്തിയിട്ടുണ്ടോ എന്ന് കൂടെ ഒന്ന് ആലോചിക്കും. ഇപ്പോഴും ഇവിടെ ഇടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അതെല്ലാ പാർട്ടിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഈ ആപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, പോലീസിനോട് ഒന്ന് കംപ്ലൈൻറ്റ് ചെയ്താൽ മതി. 54,000 കോടി രൂപ യൂത്ത് കോൺഗ്രസ് പിരിച്ച്. എൻ്റെ പൊന്നോ. അപ്പം ഞാൻ ആലോചിക്കുക, 54,000 കോടി എന്ന് പറയുമ്പോൾ ഈ കേരളം ഭരിക്കുന്ന പാർട്ടിക്കാളും വിശ്വാസം കോൺഗ്രസിനോടായിരിക്കുമല്ലോ. അതുകൊണ്ടല്ലേ ജനങ്ങൾ അങ്ങനെ ഇട്ട് കൊടുത്തത്. ഞാൻ ചുമ്മാ പറഞ്ഞതാ. അങ്ങനെയാണെങ്കിലും തട്ട് നിങ്ങൾ താഴെയാ. ഞങ്ങളുടെ സുതാര്യമായ കണക്കിൽ പറഞ്ഞു. ഇനി നിങ്ങൾ പറയണം 20 കോടി രൂപ DYFI പിരിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ആ 5 കോടിയെ കോൺഗ്രസ് പിരിച്ചുള്ള എന്നൊക്കെ പറയുന്ന ആളുകളോട് ചോദിക്കാനായിട്ടുള്ളത് ഇന്ത്യ മുഴുവൻ CPM പിരിച്ചത് ആകെ 90 ലക്ഷമാണ്. അപ്പൊ ചോദിക്കും DYFI 20 കോടി പിരിച്ചില്ലെന്ന്. അങ്ങനെ നോക്കിയാൽ കോൺഗ്രസ് പിരിച്ചു, യൂത്ത് കോൺഗ്രസിന്റെ ഫണ്ട് കളക്ഷൻ ഉണ്ടായിരുന്നു. അതുകൂടാതെ ലീഗാണ് ആദ്യം ഫണ്ട് കളക്ഷൻ ആരംഭിച്ചത്. 36 കോടി രൂപയാണ് ലീഗ് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് സംഭാവനയായി പിരിച്ചെടുത്തിട്ടുള്ളത്. അപ്പൊ അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഏതാണ്ട് 40 കോടിക്ക് മുകളിലാണ് UDF എന്ന നിലയിൽ ഞങ്ങൾ പിരിച്ചിരിക്കുന്നത്. മാത്രമല്ല 200 വീടാണ് ഞങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പൊ അത് മൊത്തത്തിലുള്ള കണക്കെടുക്കുമ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി തിരിച്ചുള്ള ചോദ്യം, 20 കോടി എന്ന DYFIയുടെ കണക്കിനെ പറ്റിയുള്ള സുതാര്യമായിട്ടുള്ള വിവരങ്ങൾ നിന്ന് പുറത്തുവിടാമോ? 20 കോടിയാണെങ്കിൽ പോലും 15 കോടി രൂപ കണ്ടാ കൈമാറുക കണ്ട് ചെയ്തത്. അത് ഒരു വർഷം ബാങ്കിൽ വെച്ചു ആ പൈസ കൈമാറിയിട്ടില്ല. അപ്പൊ തന്നെ പലിശ എത്ര രൂപയെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. 1 കോടിയോളം രൂപ പലിശ അവർക്ക് കിട്ടും. 1 കോടിയോളം രൂപ ആ പൈസ അവിടെ ചിലവാക്കി. നിങ്ങൾ പറയുന്നു ഒരാളിൽ നിന്നും പണം പറ്റിയിട്ടില്ല എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കും. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയും. ഇപ്പൊ കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും BJP ആണെങ്കിലും പിരിവിനിറങ്ങുമ്പോൾ പാർട്ടി നോക്കിയിട്ടല്ല നമ്മൾ ഓരോ വീട്ടിൽ പിരിവിനല്ലെന്നേ. നമ്മൾ പാർട്ടി നോക്കാതെ കൊടുക്കും. ബിരിയാണി ചലഞ്ച്, ആ ചലഞ്ച്, മറ്റേ ചലഞ്ച്, എല്ലാവരും ഇറങ്ങും. ഞാൻ തന്നെ ഒരു 3-4 ബിരിയാണി മേടിച്ചു കാണും. ഞാൻ തന്നെ ഒരു 3-4 ബിരിയാണി തന്നെ മേടിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. അങ്ങനെ പൈസ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർ പറയുമ്പോൾ ഡാനി ഇടാ എന്ന് പണ്ടൊക്കെ ബുക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന് നോക്കി. അങ്ങനെ എന്താ പൈസ തരാം, ബുക്കും കാര്യങ്ങളൊക്കെ മേടിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കും. നമുക്ക് പാർട്ടിയൊന്നുമില്ല. ആൾക്കാർ ആരായാലും നല്ല ആ വ്യക്തി അത് ഏത് പാർട്ടിക്കാരനാണെങ്കിലും ശരി ചെയ്തിരിക്കും. അത്യാവശ്യം മാവേലിക്കരയിലെ LDF സ്ഥാനാർത്ഥി പുളിയ, എനിക്ക് വേണമെങ്കിൽ അവിടുത്തെ സ്ഥാനാർത്ഥി UDFനെ പൊക്കിയെടുക്കാം. നമ്മൾ അന്വേഷിക്കുമ്പോൾ പല കാര്യങ്ങളും ഉണ്ട്. നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയുന്ന വ്യക്തികളൊക്കെ തന്നെ നിങ്ങൾ ഇങ്ങനെ എന്താ പറയണ്ടേ, ഒരുമാതിരി വേറെ കണ്ടുകൊണ്ട് കാണരുത്. അതുപോലെ തന്നെ CR മഹേഷ് കോൺഗ്രസ്സിൽ, എൻ്റെ പൊന്നു മോനെ, അതുപോലൊരു MLA ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടാണ് കേരളത്തിലാണ്. ഈ പറയുന്ന രാഹുൽ വരൂല, ഷാഫി വരൂല. ഉള്ള കാര്യം ഞാൻ പറയാം. CR മഹേഷ് കരുണാകപ്പള്ളിയിലെ വേറെ ലെവലാണ്. ആ ഉള്ളി വേണമെങ്കിൽ ഇപ്പോൾ കായംകുളത്ത് വല്ലതും എന്നാൽ പുഷ്പം വിലയിച്ചു ബുദ്ധിപൂർവ്വം കളിക്കുവാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാലാണെങ്കിൽ പോലും
അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് എനിക്ക് ഈ കമന്റ് ഇടുന്നവരോടും പുച്ഛമാണ്. ഒരു കഥ അറിയാതെ വന്നിരുന്ന് സംസാരിക്കുവാണെന്ന് ഓർക്കുമ്പോഴാണ്. അത് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ? ഒരാളിൽ നിന്ന് പോലും പണം നിങ്ങൾ കൈപ്പറ്റിയിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നത് കേരളം മുഴുവൻ ആക്രി വിറ്റും പേപ്പർ വിറ്റിട്ടുമൊക്കെയാണ് നിങ്ങൾ ഈ പണം കണ്ടെത്തിയതെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഡിവൈഎഫ്ഐ വെല്ലുവിളിക്കുന്നു, സർക്കാരിനെ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ ആ കണക്ക് പുറത്തേക്ക് കൊടുക്കും. ആക്രിയും പേപ്പറും ഒക്കെ വിറ്റ് പഴയ കമ്മ്യൂണിസ്റ്റം കാണിക്കാൻ നോക്കുക. ഇറക്കില്ല മക്കളെ, അത് ഇറക്കില്ല. പണ്ട് അത് നടക്കുമായിരുന്നു, ഇപ്പൊ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. ഏത് ആക്രി കച്ചവടക്കാരനാണ് നിങ്ങൾ 20 കോടി രൂപയുടെ ആക്രി വിറ്റത്? അതല്ലെങ്കിൽ ഏത് പത്രക്കച്ചവടക്കാരനാണ് നിങ്ങൾ 20 കോടി രൂപയുടെ പത്രം വിറ്റത്? അതിന്റെ ഡീറ്റെയിൽസ് ഓരോ നിയോജകമണ്ഡലം തിരിച്ചിട്ടുള്ളത് വളരെ എളുപ്പമായിട്ടാണല്ലോ. എവിടെയാണ് വിറ്റിട്ടുള്ളത്, ആർക്കാണ് വിറ്റത്, അതിന്റെ റെസിപ്റ്റ്, ഇതടക്കമുള്ള സുതാര്യമായ കണക്ക് വെക്കാതിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ സർക്കാരിനെ പോലെ, സർക്കാർ ഊരാളുകളിൽ ഉപയോഗിച്ച് ചെയ്യുന്നത് പോലെ തന്നെ മൃതശരീരങ്ങളുടെ പോക്കറ്റ് അടിക്കുന്ന, മൃതശരീരത്തെ കൊള്ളയടിക്കുന്ന ആളുകളാണ് നിങ്ങളെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ജനങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ട്, സർക്കാർ എത്ര വെട്ടിച്ചു, ഡിവൈഎഫ്ഐ എത്ര വെട്ടിച്ചു. അതെ, വീണ്ടും ഈ ഇലക്ഷൻ സമയത്ത് രാഹുലിന്റെ ഈ ഒരു അവസാനത്തെ ഒരാഴ്ച ഇത് വൺ മാൻ ഷോ ആണെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. കേരളത്തിലെ ജനങ്ങളത് മനസ്സിലാക്കുന്നുണ്ട്. ഈ പാർട്ടിക്ക് ഏറ്റവും വലിയൊരു ഇടിവാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിലാണ് LDF ഒന്നും കൂടെ വന്നാലും കുഴപ്പമൊന്നുമില്ല. കാരണം അടുത്ത ഇലക്ഷന് ഈ പാർട്ടിയെ കാണില്ല, ഉറപ്പാണ്. കാരണം ജനങ്ങൾ വെറുത്തു തുടങ്ങി. അത് ഓർക്ക്. ഓക്കെ, അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്ബൊക്കെ ചെയ്യാം. ബൈ, ലവ് യു ഓൾ.